ഹായ്, സുനീറാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ്. കോയമ്പത്തൂർ HNS-ൽ വെച്ച് ഗ്രാഫ്റ്റിന് 10 രൂപ നിരക്കിലാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ളത്. എൻ്റെ ട്രാൻസ്പ്ലാന്റേഷന് 35,000 രൂപയോളം ചിലവായിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്ക് പഴയ വീഡിയോയിലൂടെ മനസ്സിലാവും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു അപ്ഡേഷൻ നമുക്കായിട്ട് വന്നിട്ടുണ്ട്. മറ്റ് പല സ്ഥാപനങ്ങളും ഏറ്റവും കുറഞ്ഞത് 25 രൂപയെങ്കിലും ഈടാക്കുന്ന ഒരു രീതി, ട്രാൻസ്പ്ലാന്റേഷൻ്റെ രീതി, അതായത് സ്ലിറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ തലയിൽ മുറിവുണ്ടാക്കുന്ന ആ രീതിക്കാണ് സ്ലിറ്റ് എന്ന് പറയുന്നത്. സാധാരണ നീഡിൽ കൊണ്ട് സ്ലിറ്റ് ഇടാം. അതേപോലെ സഫയർ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ലിറ്റ് ഇടുന്ന ഒരു പുതിയ രീതിയല്ല, ആ രീതി നമുക്ക് HNS-ൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള പുതിയ അപ്ഡേഷനാണ്. അതും വളരെ കുറഞ്ഞ നിരക്കിൽ ആണ് ആ മെത്തേഡ് നമുക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, അതിന് എത്രത്തോളം നമുക്ക് അതിൻ്റെ ഓഫർ ലഭ്യമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് ഡോക്ടറിൽ നിന്നാണ്. ഡോക്ടറുമായിട്ട് നടത്തിയ ഒരു അഭിമുഖമാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീണ്ടും 2 സുഹൃത്തുക്കളുമായിട്ട് HNS-ൽ വന്നപ്പോൾ ഡോക്ടർക്ക് നമുക്ക് ചില അപ്ഡേഷനുകൾ തരാനുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്താണ് ശ്രദ്ധിക്കാം. അതായത് ഇപ്പം നമ്മൾ ഏപ്രിൽ 14 തൊട്ട് മെയ് 31 വരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നവർക്ക് നമ്മൾ സഫയറിൽ ഒരു ഗ്രാഫ്റ്റിന് 10 rupees കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ 3 എക്സോജിയോക്സി 3 ഗൈഡൻസർ കൊടുക്കുന്നത്. ഇതാണ് ഇപ്പം നിലവിലുള്ള പുതിയ അപ്ഡേറ്റ് ആണ്. ഏപ്രിൽ 14 തൊട്ട് ഏപ്രിൽ 14 തൊട്ട് മെയ് 31 വരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവർക്ക്. നോർമൽ മെത്തേഡ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതിൽ? അതായത് എടുക്കുന്നതിന് ഓരോ ടൈപ്പേ ഉള്ളൂ. FUE എന്ന് പറഞ്ഞത് അങ്ങനെ ഓരോ ഗ്രാഫ്റ്റ് ആയിട്ട് എടുക്കുന്നതാണ് FUE ആയിട്ട് എടുക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. ഇംപ്ലാന്റ് ചെയ്യുന്നതിലാണ് 2 ഡിഫറെന്റ് ടൈപ്സ് ഉള്ളത്. ഒന്ന് പെൻ മെത്തേഡും ഇന്നൊന്ന് നമുക്ക് നീഡിൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. പെൻ മെത്തേഡിലാകുമ്പോൾ നമ്മൾ സ്ലിറ്റാണ് ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്ന പോലെയാണ്. ഡയറക്റ്റ് ഹെയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയും. അതാണ് പെൻ മെത്തേഡ്. രണ്ടാമത് പറയുന്നത് സ്ലിറ്റ് ടൈപ്പാണ്. സ്ലിറ്റിനാണ് 2 ഡിഫറൻസ് വരുന്നത്. സ്ലിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മുടി വെക്കാനായിട്ടുള്ള ഹോൾ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ്സ് എടുത്ത് ഇംപ്ലാന്റ് ചെയ്യുന്നതാണ്. ആ സ്ലിറ്റ് മെത്തേഡിലുള്ള 2 ഡിഫറൻസ് ആണ്. ഒന്ന് നീഡിലും മറ്റേത് സഫയറും. ഇത് രണ്ടും ഹോൾ ഉണ്ടാക്കാനായിട്ടുള്ള യൂസ് ചെയ്യുന്ന എന്താ പറയുക, അതൊരു ഇൻസ്ട്രുമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ഇൻസ്ട്രുമെന്റ് ആയിട്ടല്ല, പക്ഷെ ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അത് സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതിൽ പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. പക്ഷെ അത് ഈ സ്ലിറ്റ് ഇടുന്നത് ഒന്ന് നോർമൽ നീഡിലും പിന്നെ സഫയർ ബ്ലേഡിലും. നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്നത് നോർമൽ നീഡിലാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നീഡിൽ മെത്തേഡാണ് സാർ. അതെ, ഇപ്പൊ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു മാർച്ച് മാസം തൊട്ട് നമുക്ക് സഫയർ തുടങ്ങിയതായിരുന്നു. ഇപ്പൊ ഓഫറായിട്ട് തമിഴും മലയാളം വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ടുള്ള ഓഫറായിട്ടാണ് മെയ് 31 കൊടുക്കുന്നത്. ഇപ്പൊ സ്ലിറ്റ് ഇടുന്നത് സഫയറിലെ കൊണ്ടാണ്. നമ്മൾ സഫയർ നീഡ് എന്ന് പറയുമ്പോൾ ഹെയറിന് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ ചെയ്തതായിട്ട് തീരെ മനസ്സിലാവാത്ത രീതിക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. മുഴുവൻ ഉണങ്ങുന്നത് കുറച്ചും കൂടി പെട്ടെന്ന് ഉണങ്ങി വരും. അതാണ് സഫയറിലുള്ളത്. ഏറ്റവും ചെറിയ സ്ലിറ്റാണത്. അതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത ഉള്ളത്. ശരിക്കും അതിന്റെ റേറ്റിൽ എന്താണ്? രണ്ടും ഒരേ റേറ്റിൽ തന്നെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ HNS. അതെ, നമ്മളെപ്പോഴും ഏത് സംഭവം കൊണ്ടുവരുന്ന എല്ലാവർക്കും അഫോർഡ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം കുറെ പേര് ആലോചിക്കുന്നത് സഫയർ എന്ന് പറഞ്ഞാൽ പുതിയ മെത്തേഡായിട്ടാണ് ആലോചിക്കുന്നത്. പക്ഷെ മെത്തേഡ് പുതിയ മെത്തേഡ് അല്ല. നമ്മൾ സ്ലിറ്റ് ഇടുന്നത് നോർമൽ നീഡിനേക്കാളും സഫയർ ബ്ലേഡും കൊണ്ട് ഇടുന്നു. അതിലേ ഉള്ളൂ ഡിഫറൻസ്. അതിപ്പം കുറെ ക്ലിനിക്കിൽ അത് പുതിയ മെത്തേഡായിട്ടോ ഇല്ലെങ്കിൽ ഒരു തനിയൊരു സെപ്പറേറ്റ് ടെക്നിക്ക് പോലൊക്കെ പറഞ്ഞു തന്നെ ഗ്രാഫ്റ്റ് റേറ്റ് കൂട്ടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഗ്രാഫ്റ്റിന് 25, 30, 40 എങ്ങനെ പോകുന്നതാണ്. പക്ഷെ അത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ 10 rupees കൊടുക്കുന്നു. ചിലപ്പം ഇന്നാളും കൂടുതലാവുകയാണെങ്കിലും മാക്സിമം എല്ലാ സ്ഥലത്തിനേക്കാളും കുറവായിട്ട് എന്തായാലും അതേ വരുള്ളൂ. അതിനേക്കാളും കൂടുതൽ മാക്സിമം പോവില്ല. ഇതാണ് സഫയർ എന്ന് പറഞ്ഞ ബ്ലേഡ് ഈ കാണുന്നത്. ഇതൊന്ന് എടുക്കുമ്പം ഇങ്ങനെ വെച്ച് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇതിൽ വെച്ചിട്ട് സ്ലിറ്റ് ഇടുന്നേ ഉള്ളൂ. നോർമൽ നീഡിലാകുമ്പം നമുക്ക് സാധാരണ നീഡിലെടുത്ത് ഡയറക്റ്റ് സ്ലിറ്റ് ഇടുന്നതാണ്. ഇതാകുമ്പോൾ നമ്മൾ സഫയർ നീഡിൽ കൊണ്ട് നമുക്ക് സ്ലിറ്റ് ഇടുന്ന പോലെ ഇതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ വെച്ച് ഇന്ത്യയിൽ ഇത്രയും കുറേ സഫയറൊക്കെ ചെയ്യുന്ന പോലെയാണ് പറയുന്നത്. പക്ഷെ പ്രോപ്പർ ഒറിജിനൽ സഫയർ ആയിട്ട് എല്ലാ സ്ഥലത്തും ചെയ്യാറില്ല. ഇതിൽ തന്നെ നമ്മൾ നോർമൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലേ, SS-ൽ സഫയറിന്റെ ബ്ലേഡ് പോലെ ഇതിന്റെ കാണുന്ന ഒരു ട്രയാങ്കിൾ പോലത്തെ ഷേപ്പ് അല്ലേ,
ഈ കാണുന്നത് ഈ ഒരു ഷേപ്പ് പോലെ തന്നെ SS ഉണ്ടാക്കിയിട്ട് അത് ഇന്ത്യൻ സഫയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ ഹോൾഡറും ഈ ടൈറ്റാനിയം ഈ ബ്ലൂ ഹോൾഡർ വരത്തില്ല, നോർമൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കളറിലെ ഹോൾഡറാണ് യൂസ് ചെയ്യുന്നത്. അത് ഒറിജിനൽ സഫയർ അല്ല. ഈ ടൈറ്റാനിയം ഹോൾഡറും ഈ ബ്ലൂ കളറിലും ഇതാണ് ഒറിജിനൽ സഫയർ. ഇങ്ങനെ സ്ലിറ്റ് ഇടുന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് സാറിന് മനസ്സിലാക്കുന്ന പേപ്പറിൽ ചെയ്ത് കാണിച്ചതാണ്. ഇങ്ങനെയല്ല, ഇങ്ങനെ ഇതാണ് സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുടി വെക്കാനെല്ലാം ഹോൾ ഉണ്ടാക്കുന്നവരാണ് സ്ലിറ്റ്. അതിൽ നമ്മൾ നോർമൽ നീഡിൽ ഇടുന്ന പകരം ഇങ്ങനെ സഫയറിൽ ഇതാകുമ്പോൾ ഇത് ഡിഫറൻസ് ഉണ്ട്. ഇത്രയും ചെറുതാണെന്നും ഇത്രയും മാക്സിമം നമുക്ക് പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം മുറിവുകള് വലിയ മുറിവുകളൊന്നും വരുന്നില്ല, വലിയ മുറിവുകളായിട്ട് വരാതെ നമുക്ക് ഒരു കോബിൾ സ്റ്റോൺസ് ഒക്കെ അതിലേക്ക് വരുമല്ലോ മറ്റേതിലൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചുകൂടി പെർഫെക്റ്റ് ആകും. ഓക്കെ.